ഓർമ്മയുണ്ടോ? സാറ് പഴയ എസ് ഐ ആയിരുന്നു. രാവിലെ നടക്കാൻ വേണ്ടി ഇറങ്ങിയ രാവിലെ എല്ലാത്തും ഇറങ്ങാറുണ്ട്. എന്നാ ഒരുമിച്ച് നടക്കാം. ഇവിടെ മൊത്തം ഈ വന്യമൃഗ ശല്യമുള്ള സ്ഥലമാണല്ലോ. അതെങ്ങനെയുണ്ട്? അടുത്തിടെയായിട്ട് ആന, കാട്ടുപോത്ത് എല്ലാം ചുരുക്കത്തിൽ രാവിലെ നടക്കാൻ പേടിയാണ്. ഈ ഇത് കാരണം നടന്നു നിർത്തിയ ആൾക്കാരുണ്ടോ? ഒരുപാട് പേരുണ്ട്. അവരവരുടെ വീടുകളുടെ ടെറസിലും പിന്നെ ഈ വലിയ പൈസയൊക്കെ ഉള്ളവർക്ക് മെഷീനൊക്കെ മേടിച്ച് വെച്ചിട്ട് 2-3 ജിമ്മുണ്ട്. അത് തന്നെ ഈ നടത്തക്കാർ ഭയന്നാണ് ഇപ്പൊ അത് പോകുന്നത്. അങ്ങനെ ജിമ്മുകാർ രക്ഷപ്പെട്ടു. നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ മുന്നിലായിട്ടൊരു പാവപ്പെട്ട ഒരു അനിൽകുമാർ എന്ന് പറയും, തട്ടുകിടന്നു. അപ്പൊ അവിടെ ചെന്നാൽ കാണാം അല്ല അവിടെ കിടന്നുറങ്ങുക. ഇപ്പൊ സ്ഥിരം ഏകദേശം ഒരു 2 ആഴ്ച കൊണ്ട് പുള്ളി ഇവിടെ കിടന്നുറങ്ങും. നമുക്ക് ചെന്നാൽ കാണാം. വനമേഖലയിലാണ്. അതിൽ പോയി കഴിഞ്ഞാൽ അതിൽ തിരിച്ചു വരാൻ പറ്റും. ഇനിയിപ്പോ രാവിലെ അയാൾ പോകും കേട്ടു. വീട്ടിലും ഭാര്യയായി പൊക്കോണ്ടിരുന്ന ആളാണ്. പക്ഷെ ഇപ്പം ഭാര്യ വരുന്നില്ല. പുള്ളി വന്നിട്ട് തട്ടുകട നടത്തിയിട്ട് ഇവിടെ പിന്നെ എന്താ ഇവിടെ കിടക്കുന്നേ? വീട്ടിൽ പോകുന്നില്ലേ? കട അടച്ചിട്ട് ഇവിടെ കിടക്കുവാണോ? പോകാൻ പറ്റത്തില്ല. അവരെല്ലാം കാരണേ പോകാൻ പറ്റത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു. അങ്ങനെ കയറി പോകാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. ആന ശല്യം കൂടുതലും. ഇവിടെ ആകുമ്പോ പട്ടിയെ കഴിച്ചാൽ 2 ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ മാറും. അങ്ങോട്ടൊന്നും ആന എവിടെ വന്നാല് ആരും അറിയത്തില്ല. അപ്പം ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. നടക്കട്ടെ. പോകുന്നുണ്ട്. ഓ അങ്ങോട്ട് പോകുന്നുണ്ട്. നേരത്തെ കണ്ട അനിലേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡാണിത്. ഈ പാലം കടന്നാൽ നേരെ കാടാണ്. ആ കാട് നടുവിലാണ് ഒട്ടേറെ ജനങ്ങൾ താമസിക്കുന്നത്. അവിടേക്കുള്ള യാത്രയിലാണ്. ആനയുണ്ട്, പോത്തുണ്ട്, കടുവയുണ്ട്, പുലിയുണ്ട്, എല്ലാം ഉണ്ട്. കരടിയുണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മനുഷ്യനും ഉണ്ട്. എങ്ങനെ ഈ പേടിയില്ലാതെ ജീവിക്കുന്നത്? പേടിയില്ല എന്ന് പറഞ്ഞാൽ മക്കളെ, പിന്നെ വെളിയിൽ ഇപ്പം നടക്കാൻ പോലും പേടിയാണ്. സത്യമാണ് പറയുന്നത്. ഉയിര് പേടിച്ചാണ് കിടക്കുന്നത്. രാത്രിയൊക്കെ വെളിയിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോൾ. ജീവിച്ചല്ലേ ഒക്കുള്ളൂ. ഒരു മൃഗത്തിന്റെ അത്ര വില പോലും ഇല്ല ഒരു മനുഷ്യന്. അമ്മ ഈ ഫെൻസിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ലയോ? അതൊക്കെ കണ്ട ആന വലിച്ചു പറിച്ചിട്ടേക്കണ കണ്ടില്ലേ? ആന വലിച്ചു പറിച്ച് ചവിട്ടി മെതിച്ച് പോയതിന്റെ ബാക്കി പത്രമാണ്. അപ്പം ഇതുകൊണ്ട് ഇപ്പം കറണ്ട് ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ അത് പിന്നെ പ്രവർത്തനമില്ല. കാരണം ഇതൊക്കെ ആന ഇറങ്ങണ വഴിയാണ്. അങ്ങനെ നമ്മൾ കാടിന് നടുവിലുള്ള അനിലേട്ടൻ്റെ വീടിൻ്റെ സമീപത്തേക്ക് എത്തി. തൊട്ടടുത്താണ് വീട്. അവിടേക്ക് പോകാം. അനിലേട്ടന് കൊച്ചു കുഞ്ഞൊക്കെ ഉണ്ടല്ലേ? എന്നാലും നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ അനിലേട്ടൻ്റെ വീട്ടിലേക്ക് എത്തിയില്ലേ? ഇവരൊരുമിച്ചായിരുന്നു കടയിൽ പോയിക്കൊണ്ടിരുന്നത്. നേരത്തെ പറഞ്ഞില്ലേ ഇവരൊരുമിച്ചായിരുന്നല്ലേ കടയിൽ നേരത്തെ? ഇപ്പൊ പോകുന്നില്ല. എന്താ പറ്റി? 2-3 മണിയാകുമ്പോഴേ ആന ഇറങ്ങും പകല്. ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ മാറത്തില്ല. അത് ഇവിടെ നിന്നിട്ട് ആറ്റിയുടെ പേര് ആന ഒരേ കണക്ക് നിൽക്കുക തടത്തെ. പേടിച്ചാ ജീവിക്കുന്നല്ലേ? പേടിച്ചായി. രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഇല്ല ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഞങ്ങള് രാവിലെ വരുമ്പോഴേ ചേട്ടൻ റോഡ് സൈഡിൽ കിടക്കുക. ആന പേടിച്ചിട്ട് അവിടെ കിടക്കുന്നത്. അതായത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിപ്പിച്ചാൽ മതി എന്നുള്ളതാണ് അവർ പറയുന്നത്. കാര്യം അത്രത്തോളം ദുരിതത്തിലാണ് അവരുടെ ജീവിതം. രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല. എപ്പോഴാണ് ആന ഈ വീടടക്കം ആക്രമിക്കുന്നതെന്ന് അറിയാതിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് കുളത്തൂപ്പുഴയിലെ ഈ മേഖല. അനിലേട്ടനെയും കുടുംബത്തെയും പോലെയുള്ള മനുഷ്യർക്കും ജീവിക്കണ്ടേ? ആ മനുഷ്യൻ രാത്രിയിൽ റോഡരിയിൽ കിടന്ന് ഉറങ്ങുന്നത് സ്വന്തം വീട്ടിലേക്ക് വരാൻ സാധിക്കാത്ത അവസ്ഥയുള്ളത് കൊണ്ടാണ്. വന്യമൃഗങ്ങളെ പേടിച്ചിട്ടാണ്, കാട്ടാനെ പേടിച്ചിട്ടാണ്. ഈ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശം, അതിനുള്ള സംരക്ഷണം നൽകേണ്ടത് വനംവകുപ്പും സർക്കാരുമാണ്. ആ നടപടി ഇരു വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയാണ് മുന്നോട്ട് വെക്കാനുള്ളത്. ക്യാമറമാൻ ഷാനാസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.